ഈ മാസം 29-ന് നടക്കുന്ന തൃശൂരിലെ പുലികളി മഹോത്സവത്തിന് മുന്നോടിയായി വിവിധ സംഘങ്ങൾ പരിശീലനം നടത്തുന്നതിനിടെയാണ് വി.കെ. ശ്രീരാമന്റെ അഭിപ്രായ പ്രകടനം ഇന്നെത്തിയത്. പുലികളി വൈകൃത കലാരൂപമാണെന്നും കണ്ടാൽ ഓക്കാനം വരുമെന്നും ശ്രീരാമൻ പറഞ്ഞു. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് വൈകൃതത്തെ കലയ്ക്കു വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസം. ഇതായിരുന്നു വിമർശനത്തിന്റെ ഭാഷയും. വിവാദമായതിനു പിന്നാലെ ഖേദിച്ചിരിക്കുന്നു വി.കെ. ശ്രീരാമൻ. അഭിപ്രായ പ്രകടനം അപക്വമായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ തിരുത്തുകയും ചെയ്തു. ആസിഫ് മുഹമ്മദാണ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആസിഫ്, കലാരൂപത്തിനോട് നമുക്ക് ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ആവാം, പക്ഷേ വിമർശനത്തിന്റെ ഭാഷ മുറിവേൽപ്പിക്കുന്നതും അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയുമല്ലോ പൊളിറ്റിക്കലി ഇൻകറക്റ്റുമാണെന്ന് അദ്ദേഹം കൂടി ഈ ഘട്ടത്തിൽ തിരിച്ചറിയുമ്പോൾ വിവാദം ഇപ്പോൾ അവസാനിക്കുകയാണല്ലേ? തീർച്ചയായും നമുക്ക് വിവാദം താൽക്കാലികമായി അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞു വെക്കാം. കാരണം സ്വാഭാവികമായി ശ്യാമിലി സൂചിപ്പിച്ചത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് കലാരൂപത്തോടും ആളുകൾക്ക് വിമർശനം ഉണ്ടാകാം. അതിൻ്റെ വിമർശനങ്ങൾ കാലങ്ങളായി ആളുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ആ പ്രകടിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു രീതി ആയിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇന്നലെ വി.കെ. ശ്രീരാമൻ നടത്തിയ ആ വിമർശനത്തിൽ അതുണ്ടായില്ല എന്നുള്ളതാണ് കൂടുതൽ ആളുകളും ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കലാരൂപത്തെ വിമർശിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ ശരീരത്തെയും അവരുടെ ആ കലാപ്രകടനത്തെയും അത് വളരെ മോശമായ രീതിയിൽ വിവരിക്കുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ വിശദീകരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആ അഭിപ്രായ പ്രകടനം നടത്തിയത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിമർശനമായി ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം പിന്നീട് ഇന്ന് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകൊണ്ടാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു, അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വന്നു, ചിലർ തെറി വിളിച്ചു. എന്നാൽ അതിൽ തനിക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നിയ ഒരു അഭിപ്രായം എന്ന നിലയിൽ ഒരു അഭിപ്രായം കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മുൻ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും തിരുത്തുകയും ചെയ്യുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു അപക്വമായ പരാമർശമായി പോയി എന്നുള്ളതാണ്. അതായത് ഓരോ നാട്ടിലും ഓരോ രൂപത്തിലായിരിക്കും ഓരോ കലാരൂപങ്ങൾ അത് പ്രകടിപ്പിക്കുകയും ആളുകൾ ആസ്വദിക്കുകയും ചെയ്യുക. അത്തരത്തിൽ കാസർഗോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്വാഭാവികമായും പുലികളി നടത്തുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഒരു ആയോധന കലയുടെ കൂടി രീതി കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ നടത്തുന്നത്. എന്നാൽ തൃശ്ശൂരിൽ അങ്ങനെയല്ല എന്ന തരത്തിൽ മറ്റൊരാൾ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ കൂടി കോട്ട് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ഈ ഒരു അഭിപ്രായത്തെ ഞാനും മാനിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇന്നലെ നടത്തിയ പരാമർശം അത് അപക്വമായി പോയി എന്ന് താൻ കരുതുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ വിമർശനമാണ് ഇന്ന് ഉണ്ടായത്. പുലികളി സംഘങ്ങൾ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തി. സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടാകാൻ പാടില്ല എന്ന് കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ പരാമർശം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും അങ്ങനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ സജീവ ചർച്ചയായി നിന്ന ഒരു വിഷയം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനത്തോടു കൂടി എന്തായാലും അത് അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ശ്യാമിലി, ശരി.